ഹലോ ഹെൽക്കൻസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റതിൻ്റെ പ്രഹസനമാണ് കേട്ടോ ഇത്. ഇത്രയും നേരത്തെ ഒന്നും ഞാനിപ്പോൾ എണീക്കാറില്ല. പള്ളിയിൽ പോകേണ്ട ആവശ്യമായതുകൊണ്ട് എണീറ്റതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തിങ്കളാഴ്ച, അതായത് വിഭൂതിയുടെ അന്ന് എടുത്തതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇരിങ്ങാലക്കുട രൂപതക്കാരിയാണ്, അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് വിഭൂതി കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങളതേ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷ് ആയിട്ട് പിള്ളേരൊക്കെ എണീപ്പിച്ച് ഫുഡൊക്കെ കഴിച്ച് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കെട്ടി നിൽക്കുകയാണ് കേട്ടോ. പപ്പയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 2 വീലർ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും മുഴുവൻ കുർബാന കാണാൻ പറ്റില്ല എന്നറിയാം. കാരണം ഈ പിള്ളേരൊക്കെ ഒരുക്കി കെട്ടി ഫുഡൊക്കെ കൊടുത്ത് അവരുടെ വയറൊക്കെ നിറച്ചിട്ട് വേണമല്ലോ നമുക്ക് പോകാനായിട്ട്. എന്നാലും ഞങ്ങൾ മുഴുവൻ കുർബാന മിസ്സാക്കാറില്ല. ഒരു ഇച്ചിരി എങ്ങാനും ലേറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ, അതും വല്ലപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ എത്തി കരിക്കുറിയൊക്കെ വാങ്ങി നമുക്ക് അതൊക്കെ കിട്ടി ബ്ലെസ്ഡ് ആയിട്ട് നമ്മളതേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം പള്ളിയകത്ത് നമ്മൾ അത്രയും ആത്മീയമായിട്ട് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഏതപ്പൻ്റെ നെറ്റത്തുണ്ട്, ഐശുവിൻ്റെയും ഡോണിൻ്റെ ഒക്കെ നെറ്റത്ത് കരിക്കുറി ഉണ്ട് കേട്ടോ. എൻ്റെ നെറ്റത്തും ഉണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഐശുവിന് ക്ലാസ്സിൽ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കരിക്കുറി തരും കേട്ടോ. അത് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഒരു എണ്ണയിൽ ചാലിച്ച് പ്രാർത്ഥിച്ചിട്ട് പപ്പ അത് എല്ലാ കൊല്ലം ഇങ്ങനെ ചെയ്യാറ്. നമ്മുടെ മെയിൻ ഡോറുകളിൽ, റൂമിൻ്റെ ഡോറ്, വീടിൻ്റെ 4 അതിരുകളിൽ പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരയ്ക്കും. പിന്നെ ബാലൻസ് വരുന്ന കരിക്കുറി എന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ അത് കളയത്തില്ല, നമ്മൾ കളയില്ല, വേസ്റ്റ് ആക്കില്ല. നമ്മളത് ചാലിച്ചിട്ട് കിണറ്റിലിടും. എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് വിശന്നു. ഓൾറെഡി അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പള്ളിയിൽ പോയത്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അട കഴിക്കാനായിട്ടൊരു മോഹം തോന്നി. അങ്ങനെ അട കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യാണ് കേട്ടോ. ഈ ഒരു അട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ള ഒരു അടയാണ്. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അമ്മമാർ ഉണ്ടാക്കി വയ്ക്കുമല്ലോ. അത് ഇപ്പോഴും ഞങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും, അതേപോലെ ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. നമ്മളിത് രണ്ടും മാറി മാറി ട്രൈ ചെയ്യാറുണ്ട്. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹെൽത്തി ഫുഡാണ്, അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കും കൂടി ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഈ തേങ്ങ വിളയിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. നമ്മളായാലും പണ്ട് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ എടുത്ത് കഴിക്കുമല്ലോ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പിള്ളേരും ഇവിടെ ഡോണുവിനും ഇഷ്ടമാണ്, ഏതപ്പനും ഇഷ്ടമാണ്. ഇതിപ്പോൾ നല്ല ഉറക്കമായതുകൊണ്ടാണ് ഏതപ്പനെ ഇതിൽ കാണാത്തത് കേട്ടോ. ഡോണു ആണ് അപ്പോൾ ചേട്ടൻ്റെ അസാന്നിധ്യത്തിൽ ഇവിടെ കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടയുടെ ഫൈനൽ സ്റ്റേജ് വരാറായിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു സംഭവം പരിചയപ്പെടുത്തരാം കേട്ടോ. ഇതാണ് അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമർ. ഇതിൻ്റെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് കെറ്റിലാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആക്സസറീസ് ഒക്കെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ലെഡ് നമുക്ക് കിട്ടും കേട്ടോ. അത് കെറ്റിലിൽ യൂസ് ചെയ്യാം, അതേപോലെ സ്റ്റീമറിലും യൂസ് ചെയ്യാം കേട്ടോ. പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ക്വാളിറ്റി ഇതിൽ മെൻഷൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ മിനിമം മാക്സിമം വാട്ടർ ലെവൽ കൂടി കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. ഇനി ആക്സസറീസ് നോക്കാം കേട്ടോ. നമുക്ക് ആവിയിൽ എന്തെങ്കിലും വേവിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സ്റ്റീമറിൽ വെച്ചാൽ മതി. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 0.92 ലിറ്റർ ആണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് ബൗളാണ്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ എന്തെങ്കിലും ഫുഡ് വെക്കണമെന്നുണ്ടെങ്കിൽ ഫുഡിലിട്ടിട്ട് ആവി കയറ്റാവുന്നതാണ് കേട്ടോ. അതുപോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രിൽ റാക്ക് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു 6 മുട്ട പുഴുങ്ങാവുന്ന രീതിയിലുള്ള ഒരു എഗ് ബോയിൽ റാക്കും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റിക്ക് ഉണ്ട്. അതായത് നമുക്ക് ആവി കയ്യിലടിക്കാതിരിക്കാൻ, അതേപോലെ അത് പൊക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റിക്കും കൂടിയാണ് നമുക്കതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പവർ ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റാച്ചബിൾ പവർ ബേസിക് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു വയർ കോഡ് ഉണ്ട്. അതേപോലെ തന്നെ യൂസർ മാനുവലും 2 ഇയർ വാറൻറ്റി കാർഡും ഇതിൽ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അട സെറ്റ് ചെയ്തതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പവർ ബേസിക് ഡിറ്റാച്ചബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ പ്ലഗിലേക്ക് ഇത് കുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കെറ്റിൽ അതിൻ്റെ മേലെ പ്ലേസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അതിൽ മിനിമം മാക്സിമം വാട്ടർ ലെവൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ഫുഡാണ് വെക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതിലേക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ഫുഡ് വെക്കാനായിട്ടുള്ള വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഈ സ്റ്റീമറിൻ്റെ സംഭവം വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ വെക്കാം കേട്ടോ. ഞാൻ ഒപ്പം തന്നെയാണ് വെക്കുന്നത്, അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ വെച്ചു. അതിന് ശേഷം ഓരോ അട എടുത്തിട്ട് ഞാനിപ്പോൾ 2 അടയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മേലെ ഓപ്പോസിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണമെങ്കിലും ഒറ്റ ഇതിൽ വെക്കാവുന്നതാണ്, വേവിക്കാൻ വെക്കാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ 2 എണ്ണം മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ക്ലോസ് ചെയ്യുക. നമുക്ക് അവിടെ ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ.
വേരിയബിൾ കൺട്രോൾ ലെവൽ ലഭിക്കുന്നുണ്ട്. 2 ലെവൽ ടെമ്പറേച്ചർ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ 2 ലെവലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഔട്ടർ ബോഡി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല പുകയൊക്കെ പോകണുണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് ഹോസ്റ്റലേഴ്സിന് അതേപോലെ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് മെയിനായിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരും ബാച്ചിലറായിട്ട്, അതായത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്നവർ, വീട്ടിലാരും ഇല്ല, ഫുഡ് വയ്ക്കാനായിട്ട് സമയമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ഇതൊരു മൾട്ടിപർപ്പസ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് 2 എണ്ണം മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ഇതിൽ ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഓപ്പോസിറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറണം ഇനി കഴിക്കണം എന്നുണ്ടെങ്കിൽ. അതുവരേക്കും വെയിറ്റ് ചെയ്യാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടെമ്പറേച്ചറിലാണ് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചെന്നുള്ളൂ കേട്ടോ. നമുക്ക് ഓണായി കഴിയുമ്പോൾ ആ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ടാവും. നമുക്ക് ആവശ്യം കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം തിളച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനപ്പോൾ നൂഡിൽസ് പൊട്ടിച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നൂഡിൽസൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ഇങ്ങനത്തെ ഒരു കെറ്റിലിൽ ഞാൻ ഫുഡ് വെക്കുന്നത് തന്നെ. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ പറയാമല്ലോ, അത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴായാലും നമുക്കിത് കൊണ്ടുപോകാവുന്ന ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ ബേക്ക് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അതായത് വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് മാത്രമേ ഇതിൽ ബേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ എൻ്റെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റ് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. പേര് ഞാൻ ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്ത് നോക്കുക, വാങ്ങുക താല്പര്യമുള്ളവർ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് വാഷ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ ബാക്കി ആക്സസറീസൊക്കെ, അതായത് കെറ്റിൽ ഒഴികെ ബാക്കി ആക്സസറീസൊക്കെ നമുക്ക് അടിയിൽ വെള്ളമടിച്ച് കഴുകാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ കെറ്റിൽ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കെറ്റിലിൻ്റെ അടിയിൽ ഈ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒട്ടും വെള്ളം ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കെറ്റിലിൻ്റെ ഉള്ളിൽ ഇതേപോലെ പൈപ്പിൻ്റെ അടിയിൽ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്നല്ലെങ്കിൽ കൈകൊണ്ട് കഴുകുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഡിഷ് വാഷർ, അതായത് നമ്മൾ അതിൽ എന്താണോ ഫുഡ് ബേക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ വെള്ളമൊക്കെയാണ് ചൂടാക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് വാഷ് ചെയ്താൽ മതി. അതല്ലാണ്ട് വലിയ ഫുഡൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഡിഷ് വാഷറൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യാൻ നോക്കുക. പക്ഷെ ഒരിക്കലും അടിഭാഗം വെള്ളം നനയാനോ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് വാഷ് ചെയ്യാനോ പാടില്ല. ഇതേപോലെ വെള്ളം എടുക്കുക, കഴുകുക, വെള്ളം കൊണ്ട് കളയുക, വീണ്ടും പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുക, കഴുകുക, അതായത് ക്ലീൻ ആവുന്ന വരേക്കും വെള്ളം എടുക്കുക, കഴുകുക, കളയുക, അങ്ങനെയാണ് പരിപാടി കേട്ടോ. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ട് നല്ലപോലെ ഇത് തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മളിത് എടുത്ത് വെക്കാനായിട്ട്. അത് കെറ്റിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ആക്സസറീസ് ആയാലും നല്ല രീതിക്ക് നനവ് കളഞ്ഞിട്ട് വേണം ഇത് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡടിയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മാമ്മയും മക്കളും കൂടി ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. ചില സമയത്ത് ഇവരൊക്കെ ഭയങ്കര ജോളിയായിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കും. ചില സമയത്ത് 2 പേരും ഭയങ്കര അലമ്പായിരിക്കും കേട്ടോ. ഇപ്പം ഈ അടുത്താണ് ഞാനല്ല ഐശു എയ്തപ്പന് നമ്മുടെ മിസ്റ്റർ ബീനെ പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ. മിസ്റ്റർ ബീനെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം മിസ്റ്റർ ബീൻ്റെ ആ ഒരു ഇൻട്രോ ട്യൂൺ ഉണ്ടല്ലോ, ആ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ എയ്തപ്പൻ ഭയങ്കര ഡാൻസിങ് ആണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയൊന്നുമില്ല കേട്ടോ. മിസ്റ്റർ ബീൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല. എന്നാലും ആ ട്യൂൺ കേൾക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും അനിയനും നല്ല മൈൻഡിൽ ഇരുന്ന് കളിക്കുമ്പോഴാണ് നമുക്കും വലിയ സന്തോഷം. പക്ഷേ ഇവർ അലമ്പായി കഴിയുമ്പോൾ നമുക്കും ചില സമയത്ത് മെൻ്റലായി പോകും, കയ്യിൽ നിന്ന് പോകും. കാരണം ഇവർ 2 പേരെയും അലമ്പായിരിക്കുന്ന സമയത്ത് മേയ്ക്കാനായിട്ട് നല്ല പാടാണ്. അതിപ്പോൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അലമ്പായിരിക്കും കേട്ടോ 2 പേരും. പക്ഷെ കളിച്ചിരിക്കുകയാണ്, സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇത്രയും നല്ലൊരു പാവം പിള്ളേർ വേറെ ഇല്ല എന്നാണ് നമുക്ക് തോന്നുക കേട്ടോ. അങ്ങനെ ഇവരുടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര അടിയാണ് കേട്ടോ 2 പേരല്ല, എയ്തപ്പനാണ്. എയ്തപ്പന് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് എയ്തപ്പന് പാൻറ്റായിരുന്നു ഭയങ്കര ക്രേസ്. പാൻറ്റ് വേണം. ഇപ്പോൾ യാച്ചനെ വിളിക്കുമ്പോൾ എപ്പോഴും പറയും പപ്പ എനിക്ക് പാൻറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് പാൻറ്റാണ് യാച്ചൻ വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ. പിന്നെ അതിനോടുള്ള ക്രേസ് മാറി. അതായത് ഡോണ്
ട്രൗസറാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഏതപ്പന് ട്രൗസർ വേണം. ഡോണുവിൻ്റെ ബനിയനാണ് ഇപ്പോൾ അവൻ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ പറഞ്ഞാണ് ഞങ്ങളൊക്കെ മാറ്റാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, പാൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ കയറി പോകാൻ പാടില്ല, ഇറങ്ങി പോകാൻ പാടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം. അത് ആ പപ്പയുടെ സ്വഭാവം തന്നെയാണ് ഇവനും കിട്ടിയിട്ടുള്ളത്. കൊച്ചിന് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പപ്പയ്ക്ക് ചാച്ചനാണെന്നുണ്ടെങ്കിൽ ചാച്ചൻ്റെ മേത്ത് ഡ്രസ്സുമേ ഒന്നും ആവാൻ പാടില്ല, ഒരു അഴുക്ക് പറ്റാൻ പാടില്ല, അതേപോലെ ചുളിയാൻ പാടില്ല, അങ്ങനെ കുറച്ചൊക്കെ നിബന്ധനകളുണ്ട് കേട്ടോ. അത് തന്നെയാണ് മോനും കിട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവന്മാരുടെ കളിയും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വലിയൊരു കാഴ്ച കണ്ടു കേട്ടോ. അതായത് നമ്മുടെ റബ്ബറും തോട്ടത്തിൽ കുറച്ച് കുരങ്ങന്മാർ വന്നിട്ടുണ്ട്. ഇവിടെ മയിലുകൾ കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വന്ന് ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഞങ്ങളുടെ കോഴിക്കോടിൻ്റെ മുകളിൽ കുറേ മയിലുകൾ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മയിലുകൾ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ കുരങ്ങന്മാർ ഇതിന് മുമ്പ് കുറേ കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ ഇവർ കാണുന്ന സമയത്ത് ഇച്ചിരി ദൂരെയായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മതിലാണിത്. അപ്പോൾ ആ മതിലിലേക്ക് കയറി പോണതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കുരങ്ങന്മാരുടെ ശല്യം കൂടി ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കാരണം തന്നെ പിള്ളേരെ പുറത്തേക്ക് അധികം ഇറക്കൽ ഇച്ചിരി ടാസ്ക്കാണ്. ഇപ്പോൾ ഇവർ എവിടെയാണ് ഈ തമ്പടിച്ച് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെയും ഏതപ്പൻ്റെയും ക്വാളിറ്റി ടൈമാണ് കേട്ടോ. ഇത് ഞാൻ തുണി മടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നതാണ്. ശരിക്കും ഇവന്മാർക്ക് തുണി മടക്കണ സമയത്ത് എന്തോ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പിള്ളേർക്ക് തുണി മടക്കാനായിട്ട് ഇപ്പോൾ ആരിരുന്നാലും, ഞാനിരുന്നാലും അമ്മ ഇരുന്നാലും ഐശു ഇരുന്നാലും ആരിരുന്നാലും അപ്പോഴത്തേക്ക് ഓടി വരും. മടക്കിയ തുണി മൊത്തത്തിൽ അങ്ങ് അലമ്പാക്കും. ചില സമയത്തൊന്നും അലമ്പാക്കില്ല. ചില സമയത്ത് അവൻ മടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിയിരിക്കും കേട്ടോ. മടക്കിയൊക്കെ തരും, ഇതിപ്പോൾ മടക്കിയൊക്കെ തരും. അപ്പോൾ ചില സമയത്ത് ഇതേപോലെ കളിക്കാനായിട്ടുള്ള ജ്വരം കൂടും കേട്ടോ. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കാനുള്ള ജ്വരമാണ് കൂടിയിട്ടുള്ളത്. ഞാൻ അവൻ്റെ പശുമ്പിയാണ്. അപ്പോൾ പശുമ്പിക്ക് തീറ്റ കൊടുക്കുന്ന രംഗമൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. വല്ലാത്ത സ്റ്റോറിയാണ്. ഇവരുടെ കൂടെ ഇരുന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത സ്റ്റോറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പറ്റും കേട്ടോ. അപ്പോൾ ഇത് കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ദിവസം തീർന്നേക്കാണ്. എന്തൊരു പെട്ടെന്ന് സമയമൊക്കെ പോകണല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.